നമ്മുടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാറിന്റെ അജണ്ട. ആ അജണ്ടയ്ക്ക് അവർ മുന്നിൽ നിർത്തുന്നത് ചാൻസലറായ ഗവർണർ, ഒപ്പം തന്നെ ആ ഗവർണർ നിയമിച്ച VC-മാർ, ഇവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ആ ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം, യുവജന സമൂഹം ആ ശ്രമങ്ങളെ ചെറുത്തു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേരള സർവകലാശാലയിൽ കണ്ടതാണ് SFIയുടെ വലിയ പ്രതിഷേധം. ഇന്ന് SFIയുടെ പഠിപ്പ് മുടക്കാണ്. ഒപ്പം തന്നെ രാജ്ഭവനിലേക്ക് SFIയുടെ വലിയ പ്രതിഷേധ മാർച്ച്, കേരള സർവകലാശാലയിലേക്ക് DYFIയുടെ പ്രതിഷേധ മാർച്ച്. അതുമാത്രമല്ല, ഒപ്പം രജിസ്ട്രാറുടെ സസ്പെൻഷൻ നമുക്കറിയാം. VC നടത്തിയ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് അത് റദ്ദാക്കുന്നത്, സിൻഡിക്കേറ്റിന്റെ നടപടി ഹൈക്കോടതി ശരിവെക്കുന്നത്, ഹൈക്കോടതി നടപടിയെ വെല്ലുവിളിച്ചുകൊണ്ട് VC ആയിരുന്ന സീസ തോമസ് സർവകലാശാലയിൽ കയറരുത് എന്ന ഉത്തരവ് രജിസ്ട്രാർക്ക് നൽകുന്നു. പക്ഷേ ആ ഉത്തരവ് തള്ളിക്കൊണ്ട് ഇന്ന് രജിസ്ട്രാർ അനിൽകുമാർ ഇന്ന് സർവകലാശാലയിൽ എത്തും എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പ്രതിഷേധങ്ങളുടെയും പ്രതിരോധത്തിന്റെയും ദിവസം കൂടിയാണ്. വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഇന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഈ നമ്മുടെ സർവകലാശാലകളെ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. അതിനവർ കരുവാക്കുന്നത് ചാൻസലറായ ഗവർണർ നിയമിച്ച കുറെ VC-മാർ, ഇവരെയൊക്കെയാണല്ലോ. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാൻ കേരളം തയ്യാറല്ല. ഇത് മണ്ണ് വേറെയാണെന്ന് ഓരോ ദിവസവും നമ്മൾ ചാൻസലറോട് പറയുന്നുണ്ട്. ഇന്ന് SFIയുടെ പ്രതിഷേധം, DYFIയുടെ പ്രതിഷേധം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ദിവസം. മനു, വെരി ഗുഡ് മോർണിംഗ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം, അതായത് സർവകലാശാലകളെ ആകെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി RSS അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി ചാൻസലറും വൈസ് ചാൻസലർമാരും എല്ലാം ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഇത് അങ്ങനെ നടപ്പാക്കാൻ കഴിയുന്ന മണ്ണല്ല കേരളം എന്ന് വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം SFI നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ വാക്കുകൾ വളരെ കൃത്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേത്. അതിന് തുടർച്ചയായി, അതായത് കഴിഞ്ഞ ദിവസം അതായത് ഈ സർവകലാശാലയുടെ അങ്കണമാകെ ഒരു കലാപഭൂമിയായി മാറുന്ന നിലയിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യങ്ങൾ പോയത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ 27ഓളം SFI പ്രവർത്തകരെ, നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിലാണ്. ഇതിൽ പ്രതിഷേധിച്ചുൾപ്പെടെയാണ് ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക് സമരത്തിന് SFI ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എല്ലാ ക്യാമ്പസുകളിലും എല്ലാ സ്കൂളുകളിലും ഈ പഠിപ്പ് മുടക്ക് സമരം നടക്കും. അതോടനുബന്ധിച്ച് തന്നെയാണ് ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വലിയ തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി മാർച്ചും SFI സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ അത് രാജ്ഭവനിലേക്കാണ് ഈ മാർച്ച് നടക്കുക എന്നുള്ളതാണ്. രാജ്ഭവനിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. ആ നിലയിൽ വലിയ സമരത്തിലേക്ക്, വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് വിദ്യാർത്ഥി സമൂഹമാകെ നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ സമരത്തെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യുവജന സംഘടനകളും രംഗത്ത് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നു. ഇന്നിപ്പോൾ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ, അതായത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് തടയിടുന്നതിന് വേണ്ടി, അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭം DYFIയും ഏറ്റെടുക്കുകയാണ്. ഇന്ന് സർവകലാശാലയിലേക്കാണ് DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് 11 മണിയോടുകൂടിയായിരിക്കും ഈ മാർച്ച് നടക്കുക. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ആ നിലയിൽ വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സമൂഹം ആകെ തന്നെ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ആകെ അവതാളത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ചാൻസലർ നടത്തുന്നത്. കഴിഞ്ഞ തവണ, അതായത് മുൻ ചാൻസലറായിരുന്ന, മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കത്തിന് തുടക്കം വെച്ചത്. എല്ലാ സർവകലാശാലകളിലും ഇടപെടുക, സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ആകെ താളം തെറ്റിക്കുന്ന നിലയിലേക്കുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക, VC-മാരെ മാറ്റുക, ആ നിലയിലുള്ള വലിയ ഇടപെടൽ, ഒരു രാഷ്ട്രീയ ഇടപെടൽ ഈ നിലയിൽ ഗവർണർമാർ ആരംഭിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർ കൂടി ആ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിനെതിരായ വലിയ ചെറുത്തുനിൽപ്പാണ് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സമൂഹം നടത്തുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വലിയ പ്രതിഷേധം സംസ്ഥാനത്താകെ അലയടിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കുന്നത്. SFIയുടെ പ്രവർത്തകരും നേതാക്കളും എല്ലാം ജയിലിലാകുന്ന സാഹചര്യമുണ്ട്. അതിൽ വലിയ പ്രതിഷേധം ഉയരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളെയാകെ, ഈ പ്രതിഷേധത്തെയാകെ DYFIയും ഏറ്റെടുക്കുകയാണ്. DYFIയുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം, അല്ലെങ്കിൽ ഒരു 11 മണിയോടുകൂടി കേരള സർവകലാശാലയ്ക്ക് നടക്കാൻ പോവുകയാണ്. മനു.